Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു എഗ്ലെസ് പ്ലം കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ചിലർക്ക് കേക്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. കൂടാതെ എനിക്ക് കമന്റിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എഗ്ലെസ് കേക്കിന്റെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്കും വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. മുട്ടയൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും തന്നെ ഈ കേക്കിനുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ ഒരു 4 ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ആൽമണ്ട് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി, പിന്നെ ഒരു 4 ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചതാണ്, 2 ടേബിൾ സ്പൂണ് ട്യൂട്ടി-ഫ്രൂട്ടിയും. ഇതൊക്കെ ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഇതൊന്ന് അവിടെ സോക്ക് ചെയ്യാൻ വെക്കണം. ഇവിടെ ഞാൻ ബട്ടർ മിൽക്ക് ഉപയോഗിച്ചാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കുക. അതിനായിട്ട് ഒരു 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂണ് വിനീഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അതിനായിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഏലക്കായ്പ്പൊടി. ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിനു വേണ്ടി കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഇതൊന്ന് കാരമലൈസ് ചെയ്യാം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വെക്കുക. കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഇനി അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാനുണ്ട്. ഇതൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിന് തണുത്തതിന് ശേഷം മിക്സിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടാറിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഷുഗർ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഷുഗർ അലിയിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ഒന്ന് സീവ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പാച്ചിൽ വെച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്കും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഒരു 165 ഡിഗ്രിയിൽ
ഒരു 30 to 35 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ചെറിയ ബേക്കിംഗ് ടിന്നാണ് ഇതിന് നല്ലത്. ചെറിയൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ളത് കുറച്ച് വലിയൊരു ടിന്നാണ്. ഇതിനി ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് ഓവനിലേക്ക് മാറ്റാം. എനിക്കിവിടെ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഒരേപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇതൊരു ചെറിയ രീതിയിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഷുഗർ പൗഡർ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി ഇങ്ങനെ ഓരോ ചെറി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മിൻറ്റ് ലീഫും വെച്ച് ഒന്ന് കുറച്ച് ഭംഗിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. കുറച്ച് വലിയ ടിന്നായതുകൊണ്ടാണ് കേക്കിൻ്റെ തിക്നെസ് കുറഞ്ഞു പോയത്. ചെറിയ ടിന്നെടുക്കാൻ നോക്കാം. ഈ ക്രിസ്മസിനൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയും വീഡിയോകളുമായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.